എന്താ പറയുക, പേര് ദ കേസ് ഡയറി എന്നാണ്. അപ്പോൾ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മൂവി. പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ ഫുൾ ഭയങ്കര ബോഡി ലാംഗ്വേജും സംഭാഷണവും ഫൈറ്റും ഒക്കെ നന്നായിട്ടുണ്ട്. I really liked it. ஒரு மாதிரி கிரிப்பிங்காக இருந்தது மொத்த படம். ஸ்டார்டிங்லேருந்து எண்டு வரைக்கும் ஐ என்ஜாய்ட் இட். ஸோ இப்போ நீங்கள் தான் நம்மளுக்கு சப்போர்ட் பண்ணணும். தேங்க்யூ ஸோ മച്ച്. ഞങ്ങളുടെ സാക്ഷിയുടെ ഒക്കെ ഭയങ്കര ഫൈറ്റൊക്കെ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ മോഡായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഇമോഷണലി കണക്ട് ആവുന്ന ചില സീൻസ് ഒക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. പാട്ടും കാര്യങ്ങളൊക്കെ, ഫൈറ്റ് ഗംഭീരം. നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. നല്ല ത്രില്ലറാണ്. നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഇത് പടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് നമുക്കുണ്ടാവണം. എല്ലാവരും കണ്ടു വിജയിച്ചു. സൂപ്പറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ എന്നാണെന്ന നിലയ്ക്ക് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നീ പ്രേക്ഷകർ കാണുക, നിങ്ങളാണ് അഭിപ്രായം പറയുന്നത്. പ്രേക്ഷകരിലേക്ക് പരമാവധി നിങ്ങൾ എത്തിക്കാൻ ട്രൈ ചെയ്യും. അതിൻ്റെ ഒരു ഫീലിങ്ങും അതിൻ്റെ ഒരു വളരെ സന്തോഷത്തിലാണ് അങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. എല്ലാവരും സിനിമ കാണുക. പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വന്ന് സിനിമ കണ്ട് ഞങ്ങൾ നീരജയുടെ ഭയങ്കര ഡാൻസ് എല്ലാവർക്കും പ്രേക്ഷകർ മറ്റുള്ളവരോട് ചോദിക്കുക, കണ്ടവരോട് ചോദിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ പറയാം. നീരജയുടെ ഡാൻസ് എങ്ങനെയുണ്ട്? രണ്ട് ഡാൻസ് സന്തോഷമായി. കാരണം നമ്മുടെ ഇത്രയും ഒരു കഷ്ടപ്പാടിന് ഫലം കിട്ടിയെന്ന് തന്നെ പറയാം. പിന്നെ ബാക്കിയൊക്കെ ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. மலையாளம் சினிமாவில் திரும்பியும் ஃபைட் சீன்ஸ் எக்ஸ்ப்ளோர் பண்ணுறதுக்கு ஆப்பர்ச்சுனிட்டி கிடச்சிருக்கு. ஸோ பெரிய தேங்க்ஸ் சொல்லணும்னா நம்ம ப்ரொடியூசர் சாருக்கு தான், கேவி அப்துல் நாசர் சார். அவங்களுடைய பேஷன்னால தான் இங்கே எல்லாரும் இன்றைக்கி இங்கே இருக்கோம். ஸோ ரொம்ப சந்தோஷமாக இருக்கேன். நீங்கள்லாம் என்ஜாய் பண்ணிங்க, அதை பார்த்து ரொம்ப ஹாப்பியாக இருக்குது. தேங்க்யூ ஸோ மச். அண்ட் நீங்கள் தான் இப்போ அடுத்த படம் ப்ரமோட் பண்ணோம். ஸோ சப்போர்ட் பண்ணுங்கள் அண்ட் മാക്സിമം സപ്പോർട്ട് ചെയ്യും. നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ ത്രൂ ഓരോ കാലഘട്ടത്തിൽ പോകുന്നൊരു മൂവിയാണ്. ആ ഫൈറ്റ് ഉണ്ട്. ചേട്ടാ സിനിമ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, കണ്ടോ? അപ്പം സിനിമ കാണുന്നവർക്ക് ഫൈറ്റ് എന്താ പറയുക, ഫൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ നമ്മളൊരു 6 ഫൈറ്റ് ഉണ്ട്, പിന്നെ സോങ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ ഈ ഒരു മൂവിയുടെ ഭാഗമായിട്ട് പോകുന്നതായതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു കൂടിച്ചേർന്ന ഒന്നാണ് ഈ കേസ് ഡയറി എന്ന് പറയുന്നത്. അതെ, രാഹുൽ മാധവൻ്റെ രാഹുലേട്ടൻ ഭയങ്കര കംഫർട്ടായിട്ട് നമ്മളെ കോ ആർട്ടിസ്റ്റിനെ വെക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂടുതൽ ടേക്ക് എടുത്താൽ പോലും പുള്ളിക്കാരൻ എന്താ പറയുക, ഓൾറെഡി ഒരുപാട് മൂവീസിൽ അഭിനയിച്ച ഒരാളാണല്ലോ. അപ്പം നമ്മളെല്ലാവരും കംഫർട്ടാക്കി വെച്ച് ഓപ്പോസിറ്റ് ഒരു ആർട്ടിസ്റ്റ് നിൽക്കുമ്പോൾ അവരെ കംഫർട്ടാക്കി വെച്ച് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് രാഹുലേട്ടൻ. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം.